നമസ്കാരം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം അതാണ് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നേച്ചുറൽ ഇക്കോസിസ്റ്റം ആണ്. നേച്ചുറൽ ഇക്കോസിസ്റ്റം നമുക്കറിയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം ഈസ് റിലവന്റ് ഇൻ അവർ എർത്ത്. അങ്ങനെയാണെങ്കിൽ പോലും നേച്ചുറൽ ഇക്കോസിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു വിഷയം, അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയേണ്ടത്. നേച്ചുറൽ ഇക്കോസിസ്റ്റം exists naturally as name indicated and involve interaction between organism and environment in natural setting. നേച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് പ്രകൃതി സ്വയമേവ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇക്കോസിസ്റ്റം ആണ് നേച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് ആ പേരുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഇറ്റ് ഇൻവോൾവ്സ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് എൻവയോൺമെന്റ്. വ്യത്യസ്ത തലത്തിലുള്ള ജീവികളും അതുപോലെ എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ, അതെങ്ങനെയാണ് നാച്ചുറൽ സെറ്റപ്പിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഈ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കണ്ടന്റ്സ് ആർ ഇൻക്ലൂഡിങ്. എന്താണ് ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എന്ന് പറയുന്നത്? ബയോട്ടിക് മീൻസ് ലിവിങ് ആൻഡ് അബയോട്ടിക് മീൻസ് നോൺ ലിവിങ്. സോ the two factors, biotic and abiotic, or living and non-living factors included in natural ecosystem. Biotic means all type of living beings included in biotic ecosystem. And abiotic means the non-living contents or factors such as soil, water, fire, air, etc. are including in this abiotic ecosystem. അപ്പോൾ ഈ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിൽ രണ്ട് വിധത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇവ ചേരുമ്പോഴാണ് നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതിൽ ഒന്ന് ബയോട്ടിക് ആണ്, രണ്ടാമത്തേത് അബയോട്ടിക് എന്നാണ്. ബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എന്നാണ് അർത്ഥം, ലിവിങ് ഓൾ ലിവിങ് ബീങ്സ്. അബയോട്ടിക് എന്ന് വെച്ചാൽ നോൺ ലിവിങ് ഫാക്ടേഴ്സ് എന്നുമാണ് അർത്ഥം. ഇനി ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എന്നതിനെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഈ ബയോട്ടിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിനകത്ത് ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എന്നതിനെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. The biotic components further classified producers, consumers and decomposers. ഓർത്തുവെക്കുക, ബയോട്ടിക് എന്ന് പറയുന്നത് നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന രണ്ട് ഫാക്ടേഴ്സുകളാണ് ബയോട്ടിക് എന്നും അബയോട്ടിക് എന്ന് പറയുന്നത്. ഈ ബയോട്ടിക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്, ബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എന്നാണ് അർത്ഥം. ഓൾ ലിവിങ് ബീയിങ്സ്, കണക്റ്റഡ് വിത്ത് ഓൾ ലിവിങ് ബീയിങ്സ്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നു. ഒന്നാമത്തേത് പ്രൊഡ്യൂസേഴ്സ്, രണ്ടാമത്തേത് കൺസ്യൂമേഴ്സ്, മൂന്നാമത്തേത് ഡീകമ്പോസേഴ്സ്. ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഇവയെ തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതിനെ പ്രൊഡ്യൂസേഴ്സ്, അത് എന്താണെന്ന് പറയാം. These organisms are also called autotrophs. പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള പദം തന്നെ പലപ്പോഴും ഓർത്തെടുക്കാൻ ഏറ്റവും സുഗമമായിട്ടുള്ള ഒന്നാണ്. എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് എന്ന് ചോദിച്ചാൽ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ആ പേര് തന്നെ ഉണ്ടാവുന്നത്. പ്രൊഡ്യൂസേഴ്സ് മീൻസ് ഓട്ടോട്രോഫ്സ് എന്നാണ് അതിന് അർത്ഥം. ഓട്ടോട്രോഫ്സ് എന്നുള്ള പദം നമ്മൾ എപ്പോഴും കേട്ടതാണ്, നല്ല പരിചയമുള്ള പദമാണ്. They prepare their food through photosynthesis, through the process of photosynthesis, which is the process as the green plants use sunlight to synthesize nutrients from carbon dioxide and water it causes to emit oxygen.
ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നവ ആരാണോ ഏതാണോ അവയെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോട്രോഫ്സ് എന്നും ഇതിന് പേരുണ്ട്. വൃക്ഷങ്ങൾ നമുക്കറിയാം, നമ്മുടെ ശ്വസന പ്രക്രിയ നടക്കുന്നത് പ്രകൃതിയിലുള്ള വൃക്ഷങ്ങൾ കാരണം ഒക്കെ ആണ്. കാരണം വൃക്ഷങ്ങൾ ഈ ഫോട്ടോസിന്തസിസ് വഴി ആണ് കാർബൺ ഡൈ ഓക്സൈഡും ഇതൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജലത്തിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് സംഭാവന ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളിലൂടെ ആണ് ജീവികളെല്ലാം നിലനിൽക്കുന്നത്. അതാണ് ബയോട്ടിക് എന്ന് പറയുമ്പോഴേക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നവരുടെ സാന്നിധ്യം എത്ര വലുതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നു എന്നുള്ള കാരണത്താലാണ് ഇവയെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫുഡ് സ്വയമേവ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നവ എന്നുള്ള അർത്ഥത്തിലും പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള പദം അർത്ഥവത്താവുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തേത്. ബയോട്ടിക്കിലെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ഓർ ഓട്ടോട്രോഫ്സ്. രണ്ടാമത്തേത് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഉപഭോക്താവ്, കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പദം നമുക്കറിയാവുന്ന ഉപഭോക്താവാണ്. ദിസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഡിപ്പെൻഡ് ഫോർ ഫുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺ പ്രൊഡ്യൂസേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ആശ്രയിച്ചു നിൽക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് ആദ്യത്തെ ഓട്ടോട്രോഫ്സുകളെ ആശ്രയിച്ചു കൊണ്ടാണ് ഇവ ജീവിക്കുന്നത് എന്ന് അർത്ഥം. ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ലിസ്റ്റഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ഏതൊക്കെയാണ്, അവയെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒന്ന്, ഹെർബിവേഴ്സ്. ഹെർബിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ എന്നാണ് അതിന് മറ്റൊരു പേര് നമ്മൾ പറയാറുള്ളത്. സസ്യഭുക്കുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ പറയാവുന്നതാണ്. ദീസ് ഓർഗാനിസം ഈറ്റ് പ്ലാന്റ്സ് ഓൺലി. ഇവിടെ പ്രത്യേകത ഹെർബിവേഴ്സ് എന്ന് പറയുന്നത് ദീസ് ഓർഗാനിസം ഓൺലി ഈറ്റ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവയാണ് ഇവ എന്ന് അർത്ഥം. പശു, കൗ, ഡീർ, ഷീപ്പ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ്. പശു, മാനുകൾ, പുല്ല് തിന്ന ആടുകളും ഇതൊക്കെ ഈ ഹെർബിവേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇവയിൽ തന്നെ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഫ്രിജിവേഴ്സ്. Frugivores are organisms like birds, bats, monkeys, which only eat fruits. ഓർത്തു വയ്ക്കുക, ഫ്രിജിവേഴ്സ് എന്ന് പറയുന്നത് പക്ഷികൾ, അതുപോലെ ബാറ്റ്സ്, വവ്വാലുകൾ, പിന്നെ മങ്കീസ്, which only eat fruits. അവരൊക്കെ ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതായത് ആ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കായ്ക്കനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഇവരെ അറിയപ്പെടുന്നത് ഫ്രിജിവേഴ്സ് എന്നാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേത് വരുന്നത് ഈ കൺസ്യൂമേഴ്സിലെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാർണിവേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. കാർണിവേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദീസ് ഓർഗാനിസംസ് ഈറ്റ് ദ പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർ ഹെർബിവേഴ്സ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഭക്ഷിക്കുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സിനെയാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് മീൻസ് ഹെർബിവേഴ്സ്. അപ്പോ ഇവയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവയാണ് കാർണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർ ഹെർബിവേഴ്സ്. കാറ്റ്, സ്നേക്ക്, ഫ്രോഗ്, ഡോഗ്, ക്രൊക്കഡൈൽ ഇതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അടുത്തത് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. അടുത്ത ഇതിലെ കൺസ്യൂമേഴ്സിലെ മറ്റൊരു വിഭാഗമാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ദീസ് ഓർഗാനിസം ഈറ്റ് ദ കാർണിവേഴ്സ്. കാർണിവേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. അവയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവയാണ് ഈ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ദീസ് ആർ ദ ടോപ്പ് മോസ്റ്റ്
organism in the food chain. ഇവയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് എവിടെയാണ് ഈ ഫുഡ് ചെയിനിലെ ഇവിടെ ഭക്ഷണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായിട്ട് വർത്തിക്കുന്നത് ഇവയാണ്. വിച്ച് ആർ നോട്ട് ഈറ്റൻ. എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ആർ നോട്ട് ഈറ്റൻ ബൈ എനി അതർ ഓർഗാനിസംസ്. മറ്റുള്ള ഒരു ഓർഗാനിസം അല്ലെങ്കിൽ മറ്റൊരു മൃഗങ്ങളും മറ്റൊരു ജീവികളും ഇവയെ ഭക്ഷിക്കാൻ വരികയില്ല എന്നതുകൊണ്ടാണ് ഇവയെ ഏറ്റവും ടെർട്ടിയറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം സിംഹമൊക്കെ കാട്ടിലെ രാജാവാകുന്നത് അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണെങ്കിൽ അവയെ ആക്രമിക്കാനായിട്ട് അവയാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നിൽക്കുന്നവ എന്നുള്ള അർത്ഥത്തിലായതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ലയൺ, ടൈഗർ, ഷാർക്ക്, വോൾഫ്സ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്നതാണ്. ആൻഡ് ലാസ്റ്റ് ടു omnivores. Omnivores, this can eat both the plants as well as other organisms. Human beings, bear, raccoon, ഇതൊക്കെ ഈ ഒരു omnivores എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടതാണ്. They can eat both plants and other organisms. വെജുമാണ് നോൺ വെജുമാണ് എന്നുള്ള രീതിയിലാണ് മനുഷ്യനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെയൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഒക്കെ തന്നെ നോക്കുക ഏകദേശം ഹെർബിവോർസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നവയ്ക്ക് സമമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. കാരണം മനുഷ്യൻ സസ്യഭുക്കാണ് എന്ന് ആണ് നമുക്ക് പറയേണ്ടിയിരിക്കുക. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആനയെ നോക്കുക, പശുവിനെ നോക്കുക, ഇവരുടെയൊക്കെ പല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും സസ്യഭുക്കാണോ അല്ലെങ്കിൽ മാംസഭുക്കാണോ. അതേസമയത്ത് പുലിയുടെയും നായയുടെയും സിംഹത്തിന്റെയും ഒക്കെ പല്ലുകൾ നോക്കുക, അതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ രണ്ട് പല്ലുകൾ അധികം നിന്നുകൊണ്ട് മാംസത്തെയൊക്കെ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ളവയൊക്കെ വാരി വലിച്ച് കഴിക്കാൻ തക്ക വിധത്തിൽ ഉള്ളവയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സസ്യഭുക്ക് ആയിരിക്കാം എന്ന് ആണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ omnivores എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. They can eat both plants and other organism എന്നുള്ള സിസ്റ്റമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അതിന് കാരണം പഴയ കാലഘട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കായ്ക്കനികളും ഭക്ഷണത്തിനായിട്ട് കായ്ക്കനികളും അതിനേക്കാൾ ഉപരി മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയ സ്വഭാവം ഒക്കെ ഉള്ള ഒരു ഹിസ്റ്റോറിക്കൽ എലമെന്റ് കൂടി ഇതിനകത്ത് വന്നത് കൊണ്ടായിരിക്കാം ബയോളജിക്കലി ഇങ്ങനെയൊരു ഡിസിഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം.